ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വെറും 10 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ സാധാ വീട്ടിൽ ഉണ്ടാക്കുന്ന ചോറ് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ചൊരു 1/4 കപ്പോളം പുതിനയില ചേർത്തി കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കാണ് ഉണ്ടാക്കണേച്ചെങ്കിൽ എരിവ് നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണം കുറക്കും ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 4 ചെറിയുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർത്തി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർത്തി കൊടുക്കാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ടായിട്ട് ഞാൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ നല്ലവണ്ണം ഇങ്ങോട്ട് പേസ്റ്റ് ആയിട്ട് പോവരുത്, ഏകദേശം ഇതുപോലെ ആവട്ടെ ഉണ്ടാവുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാല ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു കുറച്ച് സമയം നമുക്കിത് നല്ലവണ്ണം ഒന്ന് ഇളക്കിയിട്ട് എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ വെളുത്തുള്ളിയും പിന്നെ ചെറിയുള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നല്ലവണ്ണം അങ്ങോട്ട് കളർ മാറാൻ നിൽക്കരുത്. അപ്പോൾ അതാ ഇവിടെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാനിതിലേക്കൊരു 1/4 ടീസ്പൂണ് ഉപ്പ് ചേർത്തിയിട്ടുണ്ട്. എന്നിട്ട് നല്ലവണ്ണം ഒന്നും പാടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് 2 കോഴിമുട്ടയാണ് കേട്ടോ വേണ്ടത്. അത് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ആ മുട്ടയും മസാലയും പാടൊന്ന് നല്ലവണ്ണം ഇളക്കിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുട്ട വറുവാകുന്ന വരെയൊക്കെ നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം. അങ്ങനെ ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്തി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെയും താഴായിട്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി കൂടരുത്, വളരെ കുറച്ച് മാത്രം ചേർത്തിയാൽ മതി. എന്നിട്ട് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. 2 മിനിറ്റ് ഒന്ന് നമുക്ക് ഇളക്കിയിട്ടതിന് ശേഷം ഇതിലേക്ക് ഞാൻ വേവിച്ച ചോറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 1/4 കപ്പ് കേട്ടോ ഇട്ടിട്ടുണ്ട്. നമ്മൾ സാധാ വീട്ടിൽ ഞാനിത് ജയ അരിയുടെ ചോറാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് അരിയുടെ ചോറ് വേണമെങ്കിലും ചേർത്തി കൊടുക്കാം. അങ്ങനെ ഒരു 3 മിനിറ്റ് ഈ ചോറും നമ്മൾ മുട്ടൻ്റെ മസാലയും പാടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കണേ. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റാം. നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമുട്ടച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കറി ഒന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ സൈഡിൽ കുറച്ച് അച്ചാർ വേണമെങ്കിൽ വെക്കും ചെയ്യാം. ഈ സിമ്പിളായിട്ടുള്ള റൈസ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.